ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC നോട്ട്സ്. നമ്മളുടെ ഇന്നത്തെ ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ്. അതായത് എങ്ങനെ 65 ദിവസം കൊണ്ട് വരുന്ന VEO എക്സാമിൽ നമ്മൾക്ക് ഒരു ജോബ് ഉറപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അന്നേരം എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക്, അതായത് നമ്മളുടെ GK പ്ലസ് മലയാളം പ്ലസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നിട്ട് 80-ൽ 65 മാർക്ക് ഉറപ്പായിട്ടും നേടാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതേ രീതിയിൽ ദിവസം നിങ്ങൾക്കൊരു 4 മണിക്കൂർ ഇന്നു മുതൽ മാറ്റി വെക്കാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗവൺമെൻറ് ജോബ് ലഭിച്ചിരിക്കും. അതായത് നമ്മളുടെ ഈ 65 ദിവസത്തെ സ്ട്രാറ്റജി മൂലം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മൾ പഠിച്ചെടുത്ത് കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് നല്ല ഒരു റാങ്കിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ ഒക്കത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. മീൻസ് നമുക്കൊരു ജോബ് വേണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റുള്ളവരെക്കാൾ ടോപ്പ് മോസ്റ്റ് ലെവലിൽ നമ്മൾക്ക് എത്താനൊക്കെയുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മളുടെ നെഗറ്റിവിറ്റിയും നമ്മളുടെ പോസിറ്റിവിറ്റിയും. അതാദ്യം മനസ്സിലാക്കുക. പലരും പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളോട്, ഈ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് നിങ്ങൾ കൊണ്ട് പറ്റാത്തതാണ്, ഏതെങ്കിലും പ്രൈവറ്റ് ജോബിന് പൊക്കോളൂ. പക്ഷേ അങ്ങനെയല്ല. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ലോകത്ത് ഒന്നുമില്ല എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ മഹാന്മാരുടെ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അവരൊരു പരാജയം കൊണ്ട്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണം. കാരണം നമ്മളുടെ മുൻപിൽ ഇനിയും അവസരങ്ങളുണ്ട്. ഓരോ അവസരത്തെ അല്ലെങ്കിൽ ഓരോ നമ്മളുടെ തോൽവിയെയും നമ്മൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് കണ്ടു നോക്കിക്കേ. തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. കാരണം സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിന് വരെ ചോദിക്കുന്നത് എന്നിട്ടുള്ള കാര്യം ഒരു നഗ്ന സത്യമാണ്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് PSC എന്ന് പറയുന്നത് വേറെ എന്തോ ആന കയറാ മല എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യം. അതായത് സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ 5 മുതൽ 12 വരെ ക്ലാസ്സിൽ, മിനിമം 10 വരെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുകയും നമ്മളുടെ കേരള PSCയുടെ PYQ കൂടി ജസ്റ്റ് ഒന്ന് ഡെയിലി ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 100-ൽ ഒരു 90 മാർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് ആണ്. അന്നേരം നിങ്ങൾ ആ ഒരു മെത്തേഡിലോട്ട് വരിക. മീൻസ് നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് ഉറച്ചു വിശ്വസിക്കുക, അതിനായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അതിന് നമുക്ക് നോക്കാം എങ്ങനെ ഏത് രീതിയിലാണ് നമുക്ക് ഈ കുറഞ്ഞ ദിവസം കൊണ്ട്, കുറഞ്ഞ ദിവസം ഒന്നല്ല 65 ദിവസം എന്ന് പറയുന്നത് ഇത്രയും നാളത്തെ കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്താൽ മാത്രം മതി. അല്ലാതെ പുതുതായിട്ട് ഒന്നും പഠിച്ചെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് കറണ്ട് അഫേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പഠിച്ച് ഓൾറെഡി വെച്ചിരിക്കുകയാണ് പല എക്സാമിന് വേണ്ടിയിട്ട്. അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി എല്ലാം സ്കൂൾ ലെവലിൽ പഠിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ പല എക്സാമുകൾക്കായിട്ട് പഠിച്ചു വച്ചിരിക്കുന്നതാണ്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് രാഗി മിനുക്കി എടുത്താൽ മതി. ഓക്കെ, അന്നേരം അതിനായിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെയൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ ഡെയിലി പഠിക്കണം എന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. പലരും പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരള PSCയുടെ പാറ്റേൺ മാറി. അതൊക്കെ വെറും കള്ളം തന്നെയാണ്. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം മൂലമാണ് പലരും ഡൗൺ ആയത്. എന്തുകൊണ്ടാണ്? ആക്ച്വലി കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാഞ്ഞത്, അല്ലേ? അതിനകത്ത് ജസ്റ്റ് 11 മാർക്ക് മാത്രമേ SCERT ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ PYQ അല്ലാത്തത് വന്നിട്ടുള്ളൂ. മീൻസ് ഇന്ത്യൻ ഫാക്സും കേരള ഫാക്സും ടോപ്പിക്ക് വന്നില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ബാക്കിയുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനകത്തും ടോപ്പിൽ വന്നേനം. എന്തുകൊണ്ടാണ്? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ അവിടെയും കൺട്രോൾ ചെയ്തത്. ആ ക്വസ്റ്റ്യൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ആക്ച്വലി ഈസി തന്നെയായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കൺട്രോൾ ചെയ്തതുകൊണ്ടാണ് ബാക്കിയുള്ളത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ ഇല്ലാതെ. സ്ഥിരമായിട്ട് കേരള PSC അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പല എക്സാംസുകളും ഇങ്ങനെ അവർ ഒരു 5-6 മാർക്കൊക്കെ ടൈറ്റ് ആക്കാറുണ്ട്. അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക, അല്ലെങ്കിൽ ആ ഒരു 11 മാർക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്നിട്ടുള്ള നമ്മളുടെ ദീർഘമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ
ഫലമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. എന്താണ് SCERT ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ആയിട്ടുള്ള 11 മാർക്ക് അല്ലെങ്കിൽ 13 മാർക്ക് എന്നൊക്കെ പറയുന്ന ഈ ഔട്ട്സൈഡ് സിലബസ്, ഔട്ട്സൈഡ് PYQ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വരുന്നത്. പക്ഷേ അതിനെ നമ്മൾ ഒന്നുകിൽ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പഠിച്ചെടുക്കുക. 2 മാർഗ്ഗങ്ങളാണ് ഉള്ളത്. പഠിച്ചെടുക്കണമെങ്കിൽ 5ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റെഫർ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസിയായിട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അക്കാഡമിയിൽ ഇതിന് വേണ്ടിയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ഏകദേശം 75ഓളം വീഡിയോസ് NCERT SCERTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഹിസ്റ്ററിക്ക്, ജോഗ്രഫിക്ക്, സയൻസോ അങ്ങനെ എല്ലാ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അന്നേരം ഇതൊന്നും അറിയാത്ത കുറേ സ്റ്റുഡൻസ് കാണും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അന്നേരം നമ്മളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്രയും ഒരു മാർക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്കോർ ചെയ്യും എന്നതാണ്. ഇനി പറയുന്ന കാര്യം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അതായത് എങ്ങനെയാണ് നമുക്ക് 65 മാർക്ക് 80-ൽ നേടാം എന്നുള്ള സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. നമ്മൾക്ക് വരുന്ന ഏരിയ സിലബസ് എന്ന് പറയുന്നത് ജനറൽ സയൻസ്, കേരള റിനൈസൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഫാക്ട്സ്, ഇന്ത്യൻ ഫാക്ട്സ്, വേൾഡ് ഫാക്ട്സ്, കറണ്ട് അഫേഴ്സ് എന്നിവ എല്ലാം കൂടി ചേർത്തിട്ടാണ്. മീൻസ് ലോകത്തിന് കീഴിലുള്ള എന്ത് സംഭവങ്ങളും എന്തിനകത്ത് വരാം, ഈ GK എന്ന് പറയുന്ന 50 മാർക്കിനകത്ത് വരാം. അതിൽ മാക്സിമം ഒരു 40 മാർക്കാണ് നമ്മൾ അഷ്വർ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 20 മാർക്കാണ് വൊക്കാബുലറി പ്ലസ് ഗ്രാമറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ 18 മാർക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ദെൻ അടുത്തത് എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളത്തിൽ 10-ൽ 8 മാർക്ക്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നിങ്ങൾ ആ ഒരു പോർഷൻ ക്ലിയർ ആയി കൊണ്ടുവരണം. ഓക്കെ, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. കേരള ഫാക്ട്സും റിനൈസൻസൂടെ ചേർന്നിട്ട് നിങ്ങൾ ടോട്ടൽ 2 വീഡിയോ പഠിക്കുക. ഇംഗ്ലീഷ്, മലയാളം 2 വീഡിയോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഫാക്ട്സ് 2. ഈ SCERT NCERT വരുന്ന ടൈമിൽ അവിടെ നമുക്ക് ഇന്ത്യൻ ഫാക്ട്സും കേരള ഫാക്ട്സും വേൾഡ് ഫാക്ട്സും എല്ലാം ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വേൾഡ് ഫാക്ട്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ജൂൺ മാസം അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒക്ടോബറിൽ നടക്കുന്ന എക്സാമിന് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യാനുണ്ട് മലയാളത്തിലുള്ളത്, അതുകൂടി ആഡ് ചെയ്ത് വെക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി 2 ടോപ്പിക്സ് വെച്ചിട്ട് പഠിച്ചു പോകണം. അന്നേരം ഇതിനുള്ള ഡെയിലി ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലും, അതുപോലെ തന്നെ ടെലഗ്രാം ഇല്ലാത്ത സ്റ്റുഡൻസ് വിഷമിക്കേണ്ട കാര്യമില്ല. വാട്സപ്പ് നമ്പർ ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. മീൻസ് നിങ്ങൾ ആ ഒരു നമ്പർ സേവ് ചെയ്ത് വെക്കുക, അതിനുശേഷം മെസ്സേജ് അയക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ ആ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്തോട്ട് നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക്സ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ PYQ എന്നത് ഈ വീഡിയോസിനകത്തൊക്കെ ഓൾറെഡി വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അഡീഷണൽ ആയിട്ട് PYQ നോക്കേണ്ട കാര്യം ഒന്നും ഇല്ല. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കൂടുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ഒരു PYQ ചെയ്താൽ മതി. ടൈം ഇല്ലാത്തവരെന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു 50 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുക, അടുത്ത ഒരു 50 ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യുക. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പോയേച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും കാണുകയും ചെയ്യും. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരികയും ചെയ്യും. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പോകരുത്. ആദ്യമൊക്കെ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കുക. കാരണം നമ്മൾക്ക് വേണ്ടത് സാധാ ജോബല്ല. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് വേണ്ടത് ഗവൺമെൻറ് ജോബാണ്. ബാക്കി ആർക്കും നേടാൻ പറ്റാത്ത കാര്യം നമ്മൾക്ക് നേടാൻ പറ്റും എന്ന് നമ്മൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. അതുകൂടി നമ്മൾ ഒന്ന് ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങളിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ, അന്നേരം എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളുടെ കമൻറ്റ് ബോക്സിലും ലഭ്യമാണ്. ടെലഗ്രാമിലേക്കുള്ളതും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും കൂടാതെ എന്താണെന്ന് വെച്ചാൽ അക്കാഡമിയിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്കും. അക്കാഡമിയുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ Gmail ID യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കേരള PSC എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എൻ്റെ പേര് സിജി ബിജു എന്ന് പറയുന്ന പേര് സെർച്ച് ചെയ്യുക. നമുക്ക് ഉള്ള കോഴ്സുകൾ മീൻസ് 1200ഓളം ഫ്രീ വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിനനുസരിച്ച് സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിക്കാൻ കൂടി ശ്രമിക്കുക.